ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു. ഗ്രോ ആപ്പ് വഴിയും ക്വാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററെ കുറിച്ചുള്ള കുറച്ച് വാർത്തകൾ. ആ ഇൻവെസ്റ്റർ തങ്ങളുടെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് നോക്കുകയല്ല നമ്മളിവിടെ നോക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് SIPകളുടെ സ്റ്റാറ്റസ് നമ്മുടെ ബ്രോക്കറേജിൻ്റെ ആപ്പിനകത്ത് കാണിക്കുന്ന ഡാഷ്ബോർഡിലെ നെറ്റ് അസറ്റ് വാല്യൂവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വാല്യൂവും റിട്ടേണും എല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് ബ്രോക്കറേജ് വഴിയാണ്, ഏത് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഏത് ആപ്പ് വഴിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടല്ലോ. ആ അതോറിറ്റിയിൽ എപ്പോഴും നമ്മുടെ അത് ലിങ്ക്ഡ് ആണ്. അവിടെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ആപ്പുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. മൈക്യാംസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന മൈക്യാംസ് എന്ന ആപ്പുണ്ട്. ആ ആപ്പ് വഴിയും കെഫിൻടെക് എന്ന് പറയുന്ന ആപ്പ് വഴിയും നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഈ ഒരു ആപ്പ് നമുക്ക് രണ്ടും പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ നമ്മൾ പൂർത്തീകരിക്കുക. നമ്മുടെ പാൻ നമ്പരും നമ്മുടെ ഒരു ഇമെയിൽ ID യും ഒക്കെ കൊടുത്ത് നമുക്കിതൊന്ന് രജിസ്റ്റർ ചെയ്തെടുക്കാം. അപ്പം 2 OTPകൾ വരും. മെയിലിലോട്ടും ഫോൺ നമ്പറിലോട്ടും OTP വരും. അതൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് നമ്മളതിൽ ലോഗിൻ ചെയ്യുക. ഈ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ഡാഷ്ബോർഡ് കിട്ടും. ഈ ഒരു ഡാഷ്ബോർഡിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് SIPകൾ ഏതൊക്കെയാണെന്ന്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതായിരിക്കും ഫസ്റ്റ് സ്ക്രീൻ വരുന്ന ഡാഷ്ബോർഡ്. നോൺ ഡിമാറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡിമാറ്റ് ഷെയർസ്, അതെല്ലാം ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കുറേ ഇൻ്റർഫേസുകളുണ്ട്, ഓരോ മെനുകളുണ്ട്, ധാരാളം മെനുകളുണ്ട്. ഈ മെനുകളെല്ലാം നമുക്കൊന്ന് പോയി പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അതിനകത്ത് കാണാം. പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനൊന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഇമെയിൽ IDയിലോട്ട് പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെ കിട്ടും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം, നമ്മുടെ ബ്രോക്കറേജ് ഇൻ്റർഫേസുമായിട്ട് കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു മെയിലിലോട്ട് വരുമ്പം അതൊരു എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. ആ എൻക്രിപ്റ്റഡ് PDF ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ പാൻ നമ്പറൊന്നും നല്ല ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു മൈക്യാംസിൽ കൊടുത്തേക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന IDയുടെ പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കാം. ഈ മൈക്യാംസിൽ നമ്മുടെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇതിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആയിരിക്കുകയില്ല. ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെഫിൻടെക്കിൻ്റെ ആപ്പും കൂടെ നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഈ ആപ്പും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ലിസ്റ്റുകളും നമുക്കിതിനകത്ത് വെളിപ്പെടാം. കെഫിൻടെക് ഡൗൺലോഡ് ചെയ്യാം. അതും നമ്മൾ നോർമൽ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കുക. അത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോഴും അതിനും നമ്മുടെ ഒരു ഡാഷ്ബോർഡ് ഇൻ്റർഫേസ് വരും. അപ്പം അവിടെ ഒരു OTP വരുന്നുണ്ട്. ആ OTPയിലോട്ട് കൊടുത്ത് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡാഷ്ബോർഡിലിരിക്കുന്ന നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കറണ്ട് പൊസിഷൻ എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇരിക്കുന്ന വാല്യൂ എത്രയാണ്, ഇപ്പോഴുള്ള ആക്ച്വൽ വാല്യൂ എത്രയാണ്, അതെല്ലാം നമുക്ക് കാണാം. പിന്നെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണ്, നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഏതൊക്കെ ഫണ്ടുകളുണ്ടോ ആ ഫണ്ടുകളിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓരോ കാറ്റഗറിയിലും ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പ്രൊസീജിയറായിട്ടുള്ള വാല്യൂകളെല്ലാം കാണാം. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ റിഡംഷൻ ചെയ്യാനും നെറ്റ് അസറ്റ് വാല്യൂ ഒക്കെ പരിശോധിക്കാനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ നെറ്റ് അസറ്റ് വാല്യൂ മാത്രമേ നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റാണെന്ന് ഓരോ മാസമോ അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ദിവസവും രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ ഇതിനകത്ത് അപ്ഡേറ്റ് ആകണമെന്നാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ നിയമം പ്രകാരമുള്ളത്. അപ്പം നമുക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു 12 മണിയൊക്കെ കഴിയുന്നതിന് എല്ലാം നമ്മുടെ ഡാഷ്ബോർഡിൽ പോലും, അതായത് നമ്മുടെ ബ്രോക്കറേജിൻ്റെ ഡാഷ്ബോർഡിൽ പോലും 12 മണിയാകുമ്പോൾ അപ്ഡേറ്റ് ആകാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ടുള്ള നെറ്റ് അസറ്റ് വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ നെറ്റ് അസറ്റ് വാല്യൂവും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്പിനകത്ത് കാണിക്കുന്ന ഇൻ്റർഫേസിൽ കാണിക്കുന്ന നെറ്റ് അസറ്റ് വാല്യൂവും ക്രെഡിറ്റ് ഡേറ്റും ഡെബിറ്റ് ഡേറ്റും എല്ലാം കറക്റ്റ് ആണോ എന്നും ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും യൂണിറ്റും എല്ലാം നമുക്ക് വിശദീയമായിട്ട് ഈ 2 ആപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് ട്രാക്ക് ചെയ്യുകയും എല്ലാം നമ്മുടെ കറക്റ്റായിട്ടാണോ ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം പോയേക്കുന്നത് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ആപ്പുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസർ വഴി നമുക്കിത് ബ്രൗസ് ചെയ്യാം, സൈറ്റുകൾ വഴി. അപ്പം അതൊക്കെ ഒന്ന് നോക്കുന്ന ഓവറോൾ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അപ്പം ഇതെല്ലാം ഒന്ന് പരിശോധിക്കുക. ഒരു മാസത്തിൽ ഒന്നെങ്കിലും നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട്, എന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കറക്റ്റാണെന്ന് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.